നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മുന്നിൽ ഒരു അപകടമുണ്ടായാൽ ആ അപകടം അതിഭീകരമായ അപകടം ആണ് എന്നുകൂടി കരുതുക. അതിൽ കുറേ ആളുകൾ മരണപ്പെടുന്നു, കുറേ ആളുകൾക്ക് പലതരത്തിലുള്ള പരിക്കുകൾ പറ്റുന്നു എന്നൊരു സംഭവം നമ്മൾ സങ്കല്പിച്ചാൽ, അങ്ങനെ ഒരു സംഭവം നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നം അത് അതിഭീകരമായിരിക്കും. ആ അപകടത്തിൽ നിന്ന് നമ്മൾ ഒരു നോർമൽ ലൈഫിലേക്ക് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസം എടുക്കും. അത്ര ഭീകരമായ അപകടങ്ങൾ കൊണ്ട് മെൻ്റൽ ട്രോമയിലേക്ക് പോയിട്ടുള്ള പല ആളുകളും നമുക്ക് മുന്നിൽ അടയാളപ്പെടുത്താനുണ്ട്. അങ്ങനെയുള്ള പല ആളുകളുടെയും ജീവിതങ്ങൾ പിന്നീട് വളരെയധികം ശോകപൂർണമായിട്ടുള്ള കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അപകടത്തിൻ്റെ ബാക്കിപത്രമായിട്ട് കുറച്ച് ആളുകൾ ആ സങ്കടത്തിൽ വിവിധതരം മെൻ്റൽ ട്രോമകളിലേക്ക് പോയ ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു ജീവിത സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, അഹമ്മദാബാദ് വിമാനാപകടം. ഏകദേശം 280 ആളുകൾ മരണമടഞ്ഞ, ഇപ്പോഴും കൃത്യമായിട്ട് ആരൊക്കെയാണ് മരണമടഞ്ഞത് എന്ന് പൂർണ്ണമായിട്ടും ആളുകളെ തിരിച്ചറിയാൻ പറ്റാതെ പോയ വിമാന അപകടം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന അപകടങ്ങളിൽ ഒന്ന്. രാജ്യം നടുങ്ങിയ നിമിഷം. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മലയാളിയായ രഞ്ജിത നായരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് പോലും ദിവസങ്ങൾ കഴിഞ്ഞാണ്. ആ അപകടത്തിൻ്റെ ബാക്കിപത്രമായിട്ട് ഇന്നും ഓരോ വീടുകളിൽ നിരവധി ആളുകളാണ് കുടുംബാംഗങ്ങളായിട്ടും ബന്ധുക്കളായിട്ടും കൂട്ടുകാരായിട്ടും ഒക്കെ ആ അപകടത്തിൻ്റെ നേർചിത്രത്തിൻ്റെ ബാക്കിപത്രമായിട്ട് ഇന്നും കരഞ്ഞ് കണ്ണുകലങ്ങിയിരിക്കുന്നത്. ജീവിതത്തിൽ അങ്ങനെയാണ്, നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്ന ചില അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വരുന്ന ആളുകൾ ചിലപ്പോൾ കറുത്ത പുകയ്ക്ക് പുറകിലേക്കാക്കി മാറ്റും നമ്മളെ. അങ്ങനെ ജീവിതത്തിൻ്റെ വെളുത്ത സായാഹ്നങ്ങൾ കാത്തിരുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഇപ്പോൾ ഒരു കറുത്ത അധ്യായമായിട്ട്, ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് അഹമ്മദാബാദ് വിമാന അപകടം ബാക്കിപത്രമായി നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എയർ ഇന്ത്യയിലെ കുറച്ച് ഉദ്യോഗസ്ഥരെയും ജീവനക്കാരുടെയും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കണം. കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ അധികൃതരുമായിട്ട് ഒന്ന് സംസാരിച്ചു. അതിൽ എയർ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരുടെ, അല്ലെങ്കിൽ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറച്ച് സ്റ്റാഫുകളുണ്ട്. അവരുടെ ഇപ്പോഴത്തെ മാനസികാരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എയർ ഇന്ത്യയോട് ചോദിക്കുന്നു. എയർ ഇന്ത്യക്ക് തിരിച്ചെന്ത് പറയണം എന്നറിയാതെ ആകെ അങ്കലാപ്പിലായി നിൽക്കുന്ന നിമിഷം. കാരണം എയർ ഇന്ത്യയിലെ ഒരു പരിധിവരെയുള്ള ജീവനക്കാരെല്ലാം ഈ അപകടത്തിൽ നിന്ന് ഇതുവരെ മുക്തി നേടിയിട്ടില്ല. കാരണം ഇന്നലെ വരെ നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്നിരുന്ന ക്യാബിൻ ക്രൂ അംഗങ്ങളും പൈലറ്റുമൊക്കെ ഒരു 5 നിമിഷത്തിൻ്റെ അപകടത്തിൽ നമുക്ക് മുന്നിൽ കത്തിക്കരിഞ്ഞ വെറും പീസുകളായി, ശരീരഭാഗങ്ങളായി മാറി എന്നതാണ് വസ്തുത. DGCA എയർ ഇന്ത്യയോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. വിമാന കമ്പനികളിലെ ജീവനക്കാർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് മാനസിക ആരോഗ്യ വർക്ക്ഷോപ്പ് നടത്താനാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജൂൺ 12-ന് 260 പേരുടെ ജീവൻ കവർന്ന അഹമ്മദാബാദ് വിമാന അപകടം പൈലറ്റുമാരുടെയും ക്യാബിൻ ക്രൂ ജീവനക്കാരുടെയും മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിച്ചതിനെ തുടർന്നാണ് ഈ നിർദ്ദേശം. വിമാന അപകടത്തിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യയിലെ ജീവനക്കാർ ശരിയായ മാനസിക അവസ്ഥയിൽ ജോലി ചെയ്യാൻ സാധിക്കാത്ത വിധം സമ്മർദ്ദത്തിലായെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മാനസിക ആരോഗ്യ വർക്ക്ഷോപ്പുകളും കൃത്യമായ പിന്തുണയും ജീവനക്കാർക്ക് ഉറപ്പാക്കാൻ DGCA ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിമാനയാത്രയോട് അനുബന്ധിച്ച് ക്രൂ അംഗങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ സൈക്കോളജിസ്റ്റിൻ്റെ ലഭ്യതയും ഉറപ്പാക്കണം. ഇൻഡിഗോ വിമാന കമ്പനിയോടും വർക്ക്ഷോപ്പുകൾ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാന കമ്പനികളുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, വിമാനം പറത്താൻ തയ്യാറല്ലെങ്കിൽ ജീവനക്കാരെ ജോലിക്ക് വരാൻ നിർബന്ധിക്കരുതെന്നും വിമാന കമ്പനികളോട് DGCA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് നിർബന്ധിച്ചാരെയും ജോലിക്ക് വരാൻ പറയരുത്. കാരണം ഇതൊരു അപകടം പിടിച്ച പണിയാണ്. വിമാനം എന്ന് പറയുന്നത് ഏകദേശം 200-300 ആളുകളുടെ ജീവനും കൊണ്ട് പറക്കുന്ന ഒരു യാത്രാ സംവിധാനമാണ്. അതിൽ ജോലി ചെയ്യുന്ന പൈലറ്റായാലും ക്യാബിൻ ക്രൂ അംഗങ്ങളായാലും അവരുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. അവരുടെ ആ ഒരു നിമിഷത്തിലെ ചിന്തകൾക്ക് ഒരുപാട് ആളുകളുടെ ജീവൻ്റെ വിലയുണ്ട് എന്നത് അവർക്ക് സ്വയം ബോധ്യപ്പെടേണ്ടതാണ്. വീട്ടിലോ അല്ലെങ്കിൽ പുറത്തോ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിലോ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവരുടെ ജോലിയെ ബാധിക്കുന്നതാണെങ്കിൽ അത് അവരുടെ ജോലിയെ മാത്രമല്ല, അതിൽ യാത്ര ചെയ്യുന്ന നിരവധി ആളുകളുടെയും ജീവനെ ബാധിക്കും എന്നതാണ് വസ്തുത. ഇതിനു മുമ്പ് പല ആളുകളും ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്.
എയർ ഇന്ത്യ മാത്രമല്ല, വിമാന അപകടങ്ങൾ നടന്നതിന് ശേഷം, വിമാന അപകടം നടന്നു കഴിഞ്ഞാൽ ഒന്നും ബാക്കിയുണ്ടാവാറില്ല. അങ്ങനെയുള്ള വലിയ അപകടങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ വിമാനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരോ അതിൽ മരണമടഞ്ഞ ആളുകളുടെ കുടുംബങ്ങളോ ഒക്കെ ഒരു വലിയ മെൻ്റൽ ട്രോമയിലേക്ക് പോകും. ആ മെൻ്റൽ ട്രോമയിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് അവർക്ക് നടന്നു വരാൻ പക്ഷേ ഒരുപാട് ദിവസങ്ങളെടുക്കും. അതുകൊണ്ടാണ് DGCA കൃത്യമായിട്ട് അവർക്ക് വർക്ക്ഷോപ്പുകളും ട്രെയിനിങ്ങും കൊടുക്കണം എന്ന് പറഞ്ഞത്. വർക്ക്ഷോപ്പുകളും ട്രെയിനിങ്ങും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൃത്യമായിട്ടുള്ള അസസ്മെൻ്റ് കൂടി വരുത്തി ഓരോ ആളുകളോടും കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് സൈക്കോളജിസ്റ്റ് നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് വർക്ക്ഷോപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നും DGCA പറയുന്നുണ്ട്. ചുരുക്കത്തിൽ DGCA നിർദ്ദേശിക്കുന്നത് ഇതാണ്: നിങ്ങൾ ജോലിക്ക് വിളിക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് ഇപ്പോൾ നിങ്ങൾ നിർദ്ദേശം നൽകുന്ന ആളുകൾക്ക്, അത് പൈലറ്റായാലും ക്യാബിൻ ക്രൂ അംഗങ്ങളായാലും ഗ്രൗണ്ട് സ്റ്റാഫുകളായാലും ആരായാലും, അവരുടെ ആരോഗ്യം വളരെ വിലപ്പെട്ടതാണ്. അവരുടെ മാനസിക ആരോഗ്യം അതിലേറെ വിലപ്പെട്ടതാണ്. അവരുടെ മാനസിക ആരോഗ്യം ബാധിക്കുന്നത് അവരെ മാത്രമല്ല, ജീവിതത്തിലെ നല്ല സായാഹ്നങ്ങളിലോ അല്ലെ നല്ല സമയങ്ങളിലോ യാത്ര ചെയ്ത് ജീവിതത്തിൻ്റെ മറ്റൊരറ്റത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി തയ്യാറായി വരുന്നവരും യാത്ര ചെയ്യുന്നവരുമായ ആളുകളുടെ ജീവന് കൂടിയാണ്. അതുകൊണ്ട് അധികം നിർബന്ധിച്ചാരെയും ജോലിക്ക് കൊണ്ടുവരരുത്. പക്ഷേ എയർ ഇന്ത്യയിലെ ഈ വിമാന അപകടം നടന്നതിന് ശേഷം ഇതിൻ്റെ മറ്റൊരു വശത്തെ കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അതായത് എയർ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അപകടം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ കൂടി ഒരു പാർട്ടി നടത്തിയിരുന്നു. ആ പാർട്ടിയിൽ ഇങ്ങനെയൊരു വിമാന അപകടം നടന്നതിൻ്റെ യാതൊരു ലാഞ്ചനയുമില്ലാതെ മദ്യപിച്ച് ഡാൻസ് ചെയ്യുന്ന നിരവധി എയർ ഇന്ത്യ അംഗങ്ങളെ ഞങ്ങൾ കണ്ടു. എയർ ഇന്ത്യയിലെ ജീവനക്കാരെ കണ്ടു, വലിയ ഉദ്യോഗസ്ഥരെ കണ്ടു. അത് വലിയ ചർച്ചയായി. സമൂഹ മാധ്യമത്തിൽ അവർ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ ഉണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എയർ ഇന്ത്യക്ക് 3 പേർക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നു. കൃത്യമായിട്ട് ഒരു ജോലി ചെയ്തില്ല എന്ന കാരണം പറഞ്ഞാണ് അങ്ങനെ ഒരു നടപടി. പക്ഷേ അതല്ല കാരണം, ഇതാണ്. അതായത് എയർ ഇന്ത്യയിൽ അപകടം നടന്നതിന് ശേഷം പല ജീവനക്കാരും മെൻ്റൽ ട്രോമയിലേക്ക് പോയപ്പോൾ ചിലർക്ക് ഇതൊന്നും ബാധിച്ചേയില്ല. അതൊന്നും അവരുടെ പുസ്തകത്തിൽ എവിടെയും എഴുതി ചേർത്ത ഒരു സംഭവമേ അല്ലാതായിപ്പോയി. അവർ പിന്നീട് അടുത്ത ദിവസങ്ങളിൽ നടന്ന ഒരു പാർട്ടി, അതായത് എയർ ഇന്ത്യയുടെ ഓഫീസിൽ തന്നെ നടന്ന ഒരു പാർട്ടി, ഡ്യൂട്ടി ടൈം കഴിഞ്ഞതിന് ശേഷം മദ്യപിച്ചാർത്തുല്ലസിച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ വീഡിയോയും മറ്റ് ചിത്രങ്ങളും പുറത്തു വന്നപ്പോഴാണ് എയർ ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ പോലും ഇങ്ങനെയൊരു പാർട്ടിയെക്കുറിച്ച് അറിയുന്നത്. എയർ ഇന്ത്യക്കും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിനും വലിയ നാണക്കേടായി. വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ ദൃശ്യങ്ങൾ വെച്ച് ചർച്ച ചെയ്തു. കാരണം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇത്ര വലിയ അപകടം നടന്നിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ ജീവനക്കാർ, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാർ വലിയൊരു പാർട്ടിയുടെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞ് അവർ ആ പാർട്ടിയിൽ വലിയ തോതിലുള്ള ആഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നു. അത് വളരെ നേരത്തെ പ്ലാൻ ചെയ്ത പരിപാടികളാണ് എന്നവർ പറയുമ്പോഴും പക്ഷേ ഇത്ര വലിയൊരു അപകടം നടന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാ പരിപാടികളും സർക്കാർ ഉൾപ്പെടെ മാറ്റിവെച്ചിരുന്നു. പക്ഷേ ഇവർക്ക് മാത്രം അത് സാധിച്ചില്ല. എന്തായാലും ഏതൊരു അപകടവും നൽകുന്ന മെൻ്റൽ ട്രോമയുടെ ബാക്കിപത്രമായിട്ട് ഇപ്പോഴും എയർ ഇന്ത്യയിലും മറ്റ് കമ്പനികളിലും ജോലി ചെയ്യുന്ന ജീവനക്കാരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ: നിങ്ങൾക്ക് മാനസികമായിട്ട് സമ്മർദ്ദമുണ്ട്, നിങ്ങൾക്ക് മാനസികമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, ആ പ്രഷറിന് നിങ്ങൾ അടിമപ്പെട്ടു പോയെങ്കിൽ, നിങ്ങളത് മാറുന്നതുവരെ, നിങ്ങൾ അതിൽ നിന്ന് തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വരുന്നതുവരെ നിങ്ങൾ ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഒരു പക്ഷേ നിങ്ങളെ ജോലിയിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക: നിങ്ങൾ ഒരാൾ മാത്രമല്ല, നിങ്ങളെ വിശ്വസിച്ച വിമാനത്തിൽ കയറുന്ന 300ഓളം ജീവനുകളുണ്ട്. അവരെ കാത്തിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു നേരത്തെ അശ്രദ്ധയോ നിങ്ങളുടെ ഒരു നേരത്തെ അനാരോഗ്യമോ ഒരിക്കൽ പോലും ഈ കുടുംബങ്ങളുടെ മുഴുവൻ സമയ കണ്ണീരിന് കാരണമാകാതിരിക്കുക.